വെൽക്കം ബാക്ക് മച്ചാമാരെ, നമ്മുടെ പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം ഗൈസ്. അപ്പോൾ നമ്മൾ ഇന്നൊരു കിടിലൻ മാച്ച് കിട്ടിയിട്ടുണ്ട്, അതുപോലെ തന്നെ നല്ല കിടിലൻ ഓപ്പോണൻ്റാണ് കിട്ടിയിരിക്കുന്നത് ഗൈസ്. അപ്പോൾ നമ്മൾ ഓൾറെഡി സ്റ്റേഡിയം കാര്യങ്ങളൊക്കെ സെറ്റ് ചെയ്തിട്ടുണ്ട്. അപ്പോൾ ഗൈസ് ഞാൻ ഓൾറെഡി ഇൻഡിവിജ്വൽ ഇൻസ്ട്രക്ഷനൊക്കെ കട്ട് ചെയ്ത് മാറ്റിയിട്ടുണ്ട്. സോ ഗൈസ് നമ്മൾ ഓപ്പോണൻ്റ് നോക്കുകയാണെങ്കിൽ സാബി അലോൺസ് ആണ്. അതുപോലെ തന്നെ ഗൈസ് നമ്മുടെ എല്ലാ കിടിലൻ കാർഡുകളുണ്ട്. അതായത് മെസ്സി ഉണ്ട്, റൊണാൾഡോ ഉണ്ട്, കക്കയുണ്ട്, കുട്ടിയുണ്ട്, എല്ലാവരും കിടിലൻ കാർഡുകളുണ്ട്. എനിക്ക് തോന്നുന്നു ഡിഫൻഡേഴ്സ് മാത്രം നോക്കിയാൽ ചെറിയൊരു ഇതുള്ളൂ. പിന്നെ നമ്മുടെ DK ഗോളി. സോ ഗൈസ് ഞാൻ എന്താ വെച്ചാൽ ഇൻഡിവിജ്വൽ ഇൻസ്ട്രക്ഷൻ ഒക്കെ ജസ്റ്റ് കട്ട് ചെയ്ത് കളഞ്ഞിട്ടുണ്ട്. അപ്പോൾ ഇതൊരു വെറൈറ്റി കോംബോ ആവും, കാരണം ഡെഷാംസ്, ക്രോസ്, നമ്മുടെ സാബി അലോൺസ്, അതും ഇത്രയും കിടലിനൊരു ടീമാണ് കിട്ടിയിരിക്കുന്നത്. സോ ഗൈസ് ഞാനൊരു ചെറിയ കാര്യം കണ്ടില്ലായിരുന്നു. ഗ്രീസ്മാൻ ഞാൻ തൊട്ടടിയിൽ ഇട്ടിട്ടുണ്ടായിരുന്നു 74 പവർലെസ്. അത് ഞാൻ കണ്ടില്ല, ഞാൻ മാച്ചിന് ശേഷമാണ് അത് കാണുന്നത് തന്നെ. സോ റെക്കോർഡ് ചെയ്തപ്പോൾ അത് ജസ്റ്റ് ഇതായിപ്പോയി. അപ്പോൾ ഗൈസ് നിങ്ങളാരെങ്കിലും നമ്മുടെ 8 ഫുൾ സ്ക്വാഡ് റിവ്യൂ ഞാൻ ഇന്നലത്തെ വീഡിയോ ഇട്ടിട്ടുണ്ട്. അപ്പോൾ ഉറപ്പായിട്ട് നിങ്ങൾ എല്ലാവരും കണ്ടു നോക്കുക. സോ ഗൈസ് നമുക്ക് എന്തായാലും മാച്ച് തുടങ്ങാം. അതുപോലെ മച്ചാമാരെ ഓൾറെഡി നമ്മുടെ മൈക്കിൻ്റെ ഒരു പ്രോബ്ലം ഉണ്ട്, അത് ഞാൻ സെറ്റാക്കി വരാട്ടോ. കാരണം ഓൾറെഡി ഗൈസ് യൂസ് ചെയ്ത് അപ്ലോഡ് ചെയ്യുമ്പോൾ എന്തോ ഒരു എരപ്പ് പോലത്തെ സൗണ്ട് വരുന്നുണ്ട്. അപ്പോൾ നമുക്ക് എന്തായാലും കുഴപ്പം നമുക്ക് സെറ്റാക്കാം കേട്ടോ ഗൈസ്. അപ്പോൾ നമ്മുടെ ടച്ചാണ് സുവാരസ് ടു ജെറാഡ്. നമ്മുടെ സുവാരസ് കിട്ടിയിട്ടുണ്ട് ഗൈസ്. അപ്പോൾ എന്തായാലും നല്ലൊരു കിടൽ മാച്ചായിരുന്നു. അതുപോലെ തന്നെ ഗൈസ് എന്താ പറയുക, നല്ലൊരു കിടുക്കൻ കംബാക്കുകളൊക്കെ അടിപൊളി കേട്ടോ. സോ ഗൈസ് നമ്മൾ ഓൾറെഡി മച്ചാനെ നമ്മൾ ഇപ്പം എന്താ പറയുക ഇന്നലത്തെ വീഡിയോയിലും തൊട്ടടുത്ത വീഡിയോകളിലൊക്കെ ഇൻട്രോ യൂസ് ചെയ്യുന്നുണ്ട്. അപ്പോൾ നിങ്ങളെന്തായാലും കമൻറ്റ് ചെയ്യുക, കാരണം നമ്മളെന്തായാലും ഗൈസ് ഇൻട്രോകൾ ഇടയ്ക്കിടയ്ക്ക് വെക്കാം കേട്ടോ. ഇടയ്ക്കിടയ്ക്ക് വീഡിയോകളിൽ ഉറപ്പായിട്ട് ഇൻട്രോ നമ്മൾ സെറ്റ് ചെയ്യുന്നതായിരിക്കും. പിന്നെന്താ വെച്ചാൽ എല്ലാ വീഡിയോകളിലും ഞാൻ എന്താ വെച്ച് കഴിഞ്ഞാൽ ഗെയിം പ്ലേ ഇടുന്നതുകൊണ്ട് അങ്ങനെ ബാഗിയോ ടു ഗൈസ് എടാ കിടലും കുട്ടിപ്പടിച്ചാനൊരു ഗോള്. സോ ഗൈസ് നമുക്ക് നോക്കാം. സ്റ്റോയിച്ച്കോ ടു കക്ക. ഗൈസ് കക്ക നമ്മുടെ സബ്സ്ക്രൈബർ കക്കേനെ വെയിറ്റ് ചെയ്തിരിക്കുന്നുണ്ട്. അപ്പോൾ ഗൈസ് നിങ്ങളുണ്ടെങ്കിൽ ഉറപ്പായിട്ടും കമൻറ്റ് ചെയ്യട്ടോ. നിങ്ങൾ ഏത് കാർഡിനെ വെയിറ്റ് ചെയ്തിരിക്കുന്നത് കമൻറ്റ് ചെയ്യുക. പക്ഷേ അവൻ്റെ ജൂൺ 26 ആകുമ്പോഴത്തേനും പുതിയൊരു സംഭവമൊക്കെ വരുന്നുണ്ടെന്നാണ് കേൾക്കുന്നത്. ഹെർണാണ്ടസ് ഗൈസ് ഇവന്മാർ ഡിഫൻഡേഴ്സ് കുഴപ്പമില്ല കേട്ടോ. റൊണാൾഡോ ഗൈസ് കിട്ടിയിട്ടുണ്ട്, ജെറാഡ് ഓക്കെ കിട്ടിയിട്ടുണ്ട്, ഗ്രീസ്മാൻ, മറഡോണ ടു കാർലോസ്. ഗൈസ് ഓൾറെഡി എനിക്ക് തോന്നുന്നു ഇപ്പോൾ ഫ്രാങ്ക് റിബറി റഫീന്ന് മാറിയിട്ടുണ്ട്. സോ നിങ്ങൾക്ക് ഫ്രാങ്ക് റിബറിനെ ഇറക്കാം. അതുപോലെ തന്നെ ഗൈസ് എനിക്ക് തോന്നിയിട്ടുള്ളത് എന്താ അറിയില്ല, നമ്മുടെ കുറച്ചധികം മാനേജേഴ്സ് നെർഫഡ് ആക്കിയിട്ടുണ്ട് കൊനാമി. സോ നിങ്ങൾ കമൻറ്റ് ചെയ്യുക. അതുപോലെ തന്നെ ഗൈസ് നമ്മൾ എന്തായാലും ബാറ്റിസ്റ്റൂട്ട വരികയാണെങ്കിൽ നമ്മൾ ഉറപ്പായിട്ടും ചെയ്യുന്നതായിരിക്കും കേട്ടോ. ഒരു എന്താ പറയുക വീഡിയോ എക്സ്പ്ലനേഷൻ ആയിട്ടുള്ള ഒരു വീഡിയോ കിട്ടുകയാണ് ഉറപ്പായിട്ടും ഞാൻ ഫസ്റ്റ് ഇംപ്രഷൻ ചെയ്യുന്നതായിരിക്കും. സോ ഗൈസ് അവന്മാർ അടിച്ചു തുടങ്ങിയിട്ടുണ്ട്. പോകുന്നതാണോ അല്ലല്ല, എൻ്റെ മുൻ ആദ്യത്തെ അടി പൊളി. ഒബ്ലാക്ക് സേവ് ചെയ്തില്ലായിരുന്നു, നല്ലൊരു പണി കിട്ടിയാണ് ഗൈസ്. അപ്പോൾ കിട്ടിയിട്ടുണ്ട് സുവാരസ് ടു കോസ്റ്റേട്ട ടു മെസ്സി ഗൈസ്. അപ്പോൾ എന്തായാലും നമുക്ക് നോക്കാം. ഗുട്ടി ഗൈസ് നിങ്ങൾ കോംബോയൊക്കെ ജസ്റ്റ് കമൻറ്റ് ചെയ്യണം നിങ്ങൾ യൂസ് ചെയ്യുന്നത്, നമുക്ക് നോക്കാം ഗൈസ്. അപ്പോൾ എന്തായാലും ഒരു കോർണർ കിട്ടിയിട്ടുണ്ട്, ബ്ലോക്ക് ചെയ്തില്ലായിരുന്നു, നല്ല പണി വന്ന്. ഓക്കെ ഞാൻ വിചാരിച്ചു റെഫറി വന്നപ്പോഴേ വല്ല പണി കൊണ്ടുവന്നു. സോ ഗൈസ് നിങ്ങൾ എന്തായാലും കമൻറ്റ് ചെയ്യുക നിങ്ങൾ യൂസ് ചെയ്യുന്ന ഡിഫൻഡേഴ്സ് ഏതൊക്കെയാണ്, കാരണം നമുക്ക് അതിനനുസരിച്ച് നോക്കാം. സോ മറഡോണ ഗൈസ് കിട്ടിയിട്ടുണ്ട്. എടാ ബാക്യു എൻ്റെ പൊന്നു ഗൈസ് ഇപ്പോൾ പണിയാൻ മറഡോണ. അത് വേണ്ടായിരുന്നു, ആ ഒരു ക്രോസിങ്. ബസ്കറ്റ്സ് ഗൈസ് എന്താ പറയുക ഓൾറെഡി ഇപ്പം സാബി എനിക്ക് തോന്നുന്നു നെർഫിന്ന് കുറച്ചൊക്കെ മാറിയിട്ടുണ്ടെന്ന് തോന്നുന്നു. കാരണം ഞാൻ ഒരു 3-4 കളി ഡിവിഷൻ മാച്ചിൽ നമ്മുടെ സാബിയുമായിട്ട് കളിച്ചു. കിടിലും കാർഡായി തുടങ്ങിയിട്ടുണ്ട്. എൻ്റെ മോനെ ഇപ്പോൾ ബാഗിയോ പണി ഒപ്പിച്ചാൽ ഗൈസ് ഈ ഒരു കാർഡ് സീനാണല്ലോ ഗൈസ്. ഇവന്മാരെന്താണെന്നറിയോ, നമ്മുടെ ഇൻഡിവിജ്വൽ ഇൻസ്ട്രക്ഷൻ ചിലപ്പം മെസ്സി അല്ല നമ്മുടെ സുവാരസിനെയൊക്കെ ടാർഗറ്റ് ചെയ്തിട്ടുണ്ട്. അതാണ് സംഭവം അനങ്ങാത്ത ഗൈസ്. അപ്പോൾ നമ്മളെന്തായാലും മെസ്സിനെ സെക്കൻഡ് ഹാഫ് ആകുമ്പോൾ ഇറക്കാം കേട്ടോ. സോ ഗൈസ് നമുക്ക് നോക്കാം. സുവാരസ് ടു മറഡോണ കിട്ടിയിട്ടുണ്ട്, നല്ലൊരു ചാൻസ് കിട്ടിയിട്ടുണ്ട്. കിട്ടുമോ ഹെർണാണ്ടസ്, മാർക്കിനസ് ടു കക്ക ഗൈസ്. അപ്പം നിങ്ങളതിൽ ഉള്ളവരൊക്കെ കമൻറ്റ് ചെയ്യാം കേട്ടോ, കക്കയുള്ളവരൊക്കെ. ഗുട്ടി അതുപോലെ തന്നെ ഓക്കെ കിട്ടിയിട്ടുണ്ട് ഗൈസ്, നല്ലൊരു ചാൻസ് കിട്ടിയിട്ടുണ്ട്. സുവാരസ് ടു സ്റ്റോയിച്ച്കോവിനെയൊക്കെ ഞാൻ ഇറക്കിയിട്ട് തന്നെ കുറേ ആയിട്ടോ. മച്ചാമാർ ഇത് കിട്ടുമോടാ മാർക്കിനസ്. ഗൈസ് കിട്ടിയില്ല. ഗുട്ടി ടു ബസ്കറ്റ്സ് മെസ്സി ഗൈസ്. അപ്പോൾ ഈ ഒരു മെസ്സിയുള്ളവർ ഉറപ്പായിട്ട് കമൻറ്റ് ചെയ്യട്ടോ. കഴിഞ്ഞ ദിവസം നമുക്കൊരു കിടിലിന് ഓപ്പോർച്യൂണിറ്റി കിട്ടിയ, കാരണം എല്ലാ പവർ കാർഡുകളും ചെക്കനടുത്ത് ഉണ്ടായിരുന്നു ഗൈസ്. കിട്ടിയടോ ടോണി ആഡംസ് കട്ട് ചെയ്ത് കയറി നോക്കുക. സുവാരസ് അല്ല മെസ്സി, ബാഗിയോ, കുട്ടി എൻ്റെ മോനെ പാസിങ് കിടിലും കുട്ടി. ഗൈസ് എന്തായാലും നമ്മൾ ആദ്യത്തെ ഹാഫ് ടൈം വരെ ഒന്നും നടന്നിട്ടില്ല ബെക്കാം. സോ ഗൈസ് എന്തായാലും നമുക്ക് ഫസ്റ്റ് ഹാഫ് ഒന്നും നടന്നിട്ടില്ല. കിടലിനൊരു ഓപ്പോണാണ് 4 ഷോട്ടോട് അടിച്ചിട്ട് നമുക്ക് ഷോട്ട് അടിക്കാൻ കഴിഞ്ഞിട്ടില്ല. സോ നമുക്കൊരു കാര്യം ചെയ്യാം, നമ്മുടെ ഗ്രീസ്മാനെ എടുത്തിട്ട്, ഞാൻ പറഞ്ഞില്ല ഗൈസ് CMF ഗ്രീസ്മാൻ കിടക്കുമായിരുന്നു, അത് ശ്രദ്ധിച്ചില്ല. കാരണം ഞാൻ ഓൾറെഡി ഗൈസ് ഈ എന്താ പറയുക നമ്മുടെ സ്ക്വാഡൊന്ന് ബിൽഡ് ചെയ്ത് മൊത്തത്തിലൊന്ന് മാറ്റി.
അപ്പോൾ അതുകൊണ്ടാണ് എന്തായാലും നമുക്ക് സുവാരസ് അല്ല ഗ്രീസ്മാനെ നമുക്ക് സ്റ്റോയിക്കോവിനെ അങ്ങോട്ട് ഇട്ടതിന് ശേഷം നമുക്ക് എന്തായാലും മറ്റൊരു സബ് ചെയ്യാം. സോ നമുക്ക് നോക്കാം ഗൈസ്. സ്റ്റോയിക്കോവ് ഗൈസ് നിങ്ങൾക്ക് ആർക്കും കിട്ടിയിട്ടുണ്ടെങ്കിൽ ഉറപ്പായിട്ടും കമൻറ്റ് ചെയ്യട്ടെ. നമുക്ക് സ്നൈഡറിനെ ഇറക്കാം, കാരണം സ്നൈഡർ അത്യാവശ്യം നന്നായിട്ട് കളിക്കുന്ന ഒരു കാർഡാണ്. അപ്പോൾ നമുക്ക് എന്തായാലും സ്നൈഡറിനെ ഇറക്കാം ഗൈസ്. ഓക്കെ, അപ്പോൾ ഗൈസ് അപ്പോൾ എന്തായാലും നമ്മൾ മാച്ച് കൊടുത്തിട്ടുണ്ട്. അപ്പോൾ നമുക്ക് നോക്കി നോക്കാം എന്താവുന്നു ഗൈസ്. അപ്പോൾ സെക്കൻഡ് ഹാഫാണ്, നമുക്ക് അറിയാം ഗുട്ടി ഗൈസ്. ഇതിലൊരു കംബാക്ക് ഗോൾ ഉണ്ട് കേട്ടോ, അതാണ് നിങ്ങൾ കാണേണ്ട. കിടിലിനൊരു ഗോളാണ്. ബുസ്കറ്റ്സ് ടു ബാക്കിയോ ഗൈസ് കിട്ടിയിട്ടുണ്ട്. എടാ മണ്ടം പരിപാടി കാണിച്ചല്ലോ അതാ. സോ ഗൈസ് അവന്മാർ അടിച്ചു തുടങ്ങിയിട്ടുണ്ട് ഫസ്റ്റ് ഗോള്. ഓക്കെ, കുഴപ്പമില്ല, നമ്മുടെ ചെറിയൊരു കയ്യബദ്ധം മൂലം അവന്മാർ അടിച്ചു. ലൂയിസ് സുവാരസ് ടു ജെറാർഡ്. ഇനി നമുക്ക് അടിക്കാൻ നോക്കാം പരമാവധി. മറഡോണ ടു ബാഗിയോ ഗൈസ്. അതാണ് അവിടുന്ന് കിട്ടിക്കഴിഞ്ഞ് ഇതൊക്കെ അടിച്ച് പുറത്തേക്ക് എറിയണം. ബെക്കാം ഓക്കെ കിട്ടിയിട്ടുണ്ട് ഗൈസ്. ഹെർണാണ്ടസ്, ബുസ്കറ്റ്സ്, ഗുട്ടി ഗൈസ്. ഇവന്മാർ നന്നായിട്ട് ആ ഒരു എടാ എൻ്റെ പൊന്ന് ഗൈസ്. ഗൈസ് അപ്പോൾ നമുക്ക് നോക്കാം ഗൈസ്. ഗോളിയുടെ തെറ്റല്ല ഗൈസ്. അപ്പോൾ അടുത്ത കോർണറാണോ? അല്ല ഗൈസ്, ഗോളിയുടെ തെറ്റല്ല. നമ്മൾ ഓൾറെഡി ഇപ്പം എന്താ വെച്ചാൽ പോസ്റ്റിൽ കുറേ ആൾക്കാർക്ക് ഇങ്ങനെ പ്രശ്നം പറ്റുന്നുണ്ട്. ജെറാർഡ് ടു എടാ ഇത് പണി കാണുമോ? ബെക്കംബർ ഒരു ഷോട്ട് അടിച്ച് പുറത്തേക്ക് ഇട്ടിട്ടുണ്ട്. സോ കിട്ടിയിട്ടുണ്ട് മച്ചാമാരെ. ഗ്രീസ്മാൻ ഓഫ് ഗൈസ്. അപ്പോൾ ഹെർണാണ്ടസിനെ വെച്ച് അവിടെ പണിയാക്കുവാണല്ലോ മച്ചാമാരെ. ഹെർണാണ്ടസിനെ വീഴ്ത്തി, സീനൊന്നുമില്ല. റൊണാൾഡോ ഗൈസ് ഈ ഒരാഴ്ച കിടുക്കൻ ഷോട്ട്. എൻ്റെ മോനെ ഗോളില്ലായിരുന്നു. ഇപ്പം നമ്മൾ പണി ചെയ്യാൻ റൊണാൾഡോൻ്റെ ഒരു ഷോർട്ട് ടൈം റൊണാൾഡോ ആട്ടോ ഗൈസ്. അപ്പോൾ അതുപോലെ തന്നെ നമ്മുടെ ഓൾറെഡി ഈ ഒരു വ്യാഴാഴ്ച കിടിലൻ കാർഡുകൾ വരും ഗൈസ്. നിങ്ങൾ ഇന്നത്തെ പാക്ക് എടുത്തിട്ടുണ്ട് ഉറപ്പായിട്ട് കമൻറ്റ് ചെയ്യട്ടോ. റൈ കാർഡും കാര്യങ്ങളൊക്കെ ഉണ്ട്. സോ നമുക്കിതാ ലാസ്റ്റ് ആൻഡ് ഫൈനലി നമ്മുടെ മെസ്സിനെ ഇറക്കിയിട്ടുണ്ട് മച്ചാമാരെ. ഓൾറെഡി ഞാൻ ബെല്ലിംഗത്തിന് ഇറക്കിയിട്ടുണ്ട്. ബെല്ലിംഗ് ഈ ഒരു കാർഡ് ഇതുവരെ കൊനാമി കണ്ടിട്ടില്ല, നെർഫഡ് ആക്കിയിട്ടില്ല. സോ നല്ലോണം കളിക്കുന്ന ഒരു കാർഡാണ്. മെസ്സി ടു ഡെനിൽസൺ, സ്നൈഡർ ടു ഡെനിൽസൺ ഗൈസ് കിട്ടിയിട്ടുണ്ടെന്ന് തോന്നുന്നു. നമുക്ക് നോക്കാം. ഗൈസ് ഇവന്മാർ സമ്മതിക്കുന്നില്ലല്ലോ. ജെറാർഡ് ടു മെസ്സി. ബാക്ക് അടിക്കാനൊന്നും പറ്റുന്നില്ല. നോക്കാം. ടോണി ആഡംസ് ടു കഫു. അവന്മാരൊരു ഗോൾ ഓൾറെഡി ഇട്ടിട്ടുണ്ട്. ബെല്ലിംഗം ടു മെസ്സി. വീണ്ടും ഗൈസ് കഫുലേക്ക്. ഓക്കെ, മെസ്സിക്ക് കിട്ടിയിടാ. മാർക്കിനസ് എടുത്തു. ഹെർണാണ്ടസ് ടു ഗുട്ടി. മച്ചാമാരെന്തായാലും ഇവന്മാരുടെ ഡിഫൻസ് സീനാണ്. മെസ്സി ടു സുവാരസ്. ഒരു ഗൈസ് കിട്ടിയിട്ടുണ്ട്. ബെല്ലിംഗം നല്ലൊരു ഷോട്ട്. സുവാരസ് ഓക്കെ. ഡെനിൽസൺ എടാ കോസ്റ്റ് ഷോട്ടെ. ഷോ ഗൈസ് നല്ലൊരു ഷോട്ടായിരുന്നു, അത് കിട്ടിയില്ല. കക്കയിലേക്ക് പോയി. ടു നോക്കാം നമുക്ക്. ഗുട്ടി ഗൈസ്. അപ്പം ജെറാർഡ് എടുക്കാൻ പോയിട്ടുണ്ട്, നടന്നില്ല. റൊണാൾഡോ കിട്ടിയിട്ടുണ്ട്. ടോണി ആഡംസ് ടു ജെറാർഡ്, മെസ്സി ഓക്കെ. ജെറാർഡ് ടു നമുക്കിനി ഇങ്ങനെ കളിക്കാം. ഗുട്ടി എടുത്തു ഗൈസ്. എന്തായാലും നമുക്ക് നോക്കാം. സ്നൈഡർ എടുത്തിട്ടുണ്ട്. സ്നൈഡർ ടു ഡെനിൽസൺ ഓക്കെ ഗൈസ്. നല്ലൊരു ചാൻസ് കിട്ടിയിട്ടുണ്ട്. സ്നൈഡർ ഇത് അടിക്കണം ഗൈസ്. ഓക്കെ സ്നൈഡർ. ഓ എൻ്റെ മോനെ നമുക്ക് കിട്ടില്ല ഒരു കംബാക്ക് മച്ചാമാരെ. അപ്പോൾ 75-ാം മിനിറ്റിൽ നമ്മുടെ സ്നൈഡർ അടിച്ചിട്ടുണ്ട്. സോ നമുക്ക് ഒരു ഗോളും കൂടെ ടാർഗറ്റ് ചെയ്ത് അടിച്ച് കഴിഞ്ഞാൽ എൻ്റെ നല്ലൊരു പാസ് ഗൈസ്. അപ്പോൾ ഗുട്ടീൻ്റെ ഇടയിൽ കൂടെ പോയതുകൊണ്ടാണ് ആ ഒരു ഗോൾ നമുക്ക് സ്കോർ ചെയ്യാൻ പറ്റിയത്. അപ്പോൾ എന്തായാലും ഗൈസ് നല്ലൊരു അടിപൊളി പാസ്സായിരുന്നു. സോ റോബർട്ടോ ബാഗിയോ ടു ഗുട്ടി. നമുക്ക് എന്തായാലും നോക്കാം മച്ചാമാരെ. ബുസ്കറ്റ്സ് ഓഫ് സീനാണോ? റൊണാൾഡോ ഓഫ് സൈഡാണെന്ന് തോന്നുന്നു. ബാഗിയോ ഓഫ് സൈഡാ ഗൈസ്. അപ്പോൾ എന്തായാലും മച്ചാമാരെ ഈ ഓഫ് സൈഡ് ആനിമേഷൻ വന്നതിന് ശേഷം ചില സമയത്തൊക്കെ നമ്മൾ ഗോൾ അടിക്കുന്നതൊക്കെ പണിയാവും, പക്ഷെ ചില സമയത്ത് നമുക്ക് സഹായമാവും. സോ ഗൈസ് നമുക്ക് എന്തായാലും ആരെയും സബ് ചെയ്യുന്നില്ല ഗൈസ്. എന്തായാലും ഇപ്പം ആരെയും സബ് ചെയ്യുന്നില്ല. നമുക്ക് എന്തായാലും പൊളിക്കാം. അപ്പോൾ ഗൈസ് എന്തായാലും നമുക്ക് ഗൈസ് നിങ്ങളുടെ ഗോളി ആരാ ജസ്റ്റ് കമൻറ്റ് ചെയ്യാം കേട്ടോ. നിങ്ങൾ കുറച്ചൊരു ആരോ പറഞ്ഞായിരുന്നു അബിയാട്ടിനെ ഗോളിയാക്കിയ ബെറ്റർ ആണെന്ന് ചോദിച്ചായിരുന്നു. ഒബ്ലാക്ക് എടുക്കുന്നു ഗൈസ്. അപ്പോൾ എൻ്റെ ഇപ്പം ഞാൻ ഗൈസ് ഒബ്ലാക്കാണ്. ഞാനിപ്പോൾ 2 ദിവസം മുമ്പൊക്കെ നമ്മുടെ മാനുനിയോർ തന്നെയായിരുന്നു കേട്ടോ. കിടലിൻ നല്ല ഗോളിയാണ്. എൻ്റെ പൊന്ന് ഗൈസ്. ബാഗിയോ ഗൈസ് എന്താവും അറിയില്ല. കഫു രക്ഷിച്ചു ഗൈസ്. ബെല്ലിംഗം എൻ്റെ പൊന്ന് ഗൈസ്. ഗുട്ടി ഗൈസ്. കഫു ഓടി വന്നില്ലാതെ നമ്മൾ ആ കളി ചിലപ്പോൾ പണി ചെയ്യാൻ കേട്ടോ. ഇവന്മാർ ഗോൾ അടിച്ചേനെ ഗൈസ്. അപ്പോൾ 85-ാം മിനിറ്റ് അതിൻ്റെ ഡെന്നിസ് ലോറ്റു ഗൈസ് കിട്ടിയിട്ടുണ്ട്. മെസ്സി ടു കഫു. വീണ്ടും കുട്ടീൻ്റെ തല തട്ടി. അല്ലെങ്കിൽ നമുക്കൊരു ത്രോ പാസ് കിട്ടിയ ബെല്ലിംഗം നേരെ ഒരു ഷോട്ട് അടിച്ചായിരുന്നെങ്കിൽ ചിലപ്പോൾ പറയാൻ പറ്റില്ല ഗോളായാലും ഗൈസ്. അപ്പോൾ വീണ്ടും കഫു ടു മെസ്സി അല്ല ജെറാർഡ് ടു കഫു. എടാ ഓടി ഒന്നും എടുക്കാൻ പറ്റിയ. കക്ക ടു ഗുട്ടി ഒക്കെ. ആ ഒരു ഫോർമേഷൻ നല്ല നന്നായിട്ട് കളിക്കുന്നുണ്ട് കേട്ടോ ഗൈസ്. ഏറ്റവും കൂടുതൽ എനിക്ക് തോന്നുന്നു നമ്മളിപ്പോൾ ഈ കളിച്ചാൽ ഏറ്റവും കൂടുതൽ ഗുട്ടിയും
കക്കെ നന്നായിട്ട് തന്നെ ഫോം ചെയ്ത് കളിക്കുന്നുണ്ട്. സോ ബെല്ലിംഗം നല്ലൊരു ചാൻസ് കിട്ടിയിട്ടുണ്ട് ഗൈസ്, നല്ലൊരു ചാൻസ് കിട്ടിയിട്ടുണ്ട്. മെസ്സി ഗൈസ് ഇവന്മാരിവിടെ അടിക്കാൻ സമ്മതിച്ചില്ല. സോ ഗൈസ് അപ്പോൾ നോക്കാം വീണ്ടും. മെസ്സി ടു റൊണാൾഡോ അല്ല ബാക്കിയോ റൊണാൾഡോ ഗൈസ് കിട്ടിയിട്ടുണ്ട്. സ്നൈഡർ അവിടെ കയറി വന്ന് നന്നായി, വളരെ നന്നായി. അല്ല ഇപ്പം പാണിയാനെ ടോണി ആഡംസ് ഓക്കെ ഗൈസ്. ഓഫ് സൈഡാ ഞാൻ വിചാരിച്ചു അതെന്താ സംഭവം എന്ന് ഗൈസ്. അപ്പോൾ വീണ്ടും ഓഫ് സൈഡ് വന്നിട്ടുണ്ട്. അപ്പോൾ ഗൈസ് അതുകൊണ്ട് നമുക്ക് എന്താ പറയുക ഗൈസ്, മിക്കവാറും ഈ ഒരു മാച്ച് 94 എനിക്ക് തോന്നുന്നു 1-1 അവസാനിക്കും എന്നാണ് തോന്നുന്നത്. അപ്പോൾ ഗൈസ് നമുക്ക് നോക്കാം. ഡെനിസ്ലോ ടു മെസ്സി ഗൈസ്. അപ്പോൾ ഈ ഒരു മാച്ച് ഇന്ന് അവസാനിച്ചിരിക്കുകയാണ് വെച്ചാൽ. അപ്പോൾ എന്താ പറയുക, നിങ്ങൾ ജസ്റ്റ് കമൻറ്റ് ചെയ്യുക നമ്മുടെ മാച്ച് എങ്ങനെ ഉണ്ടായിരുന്നു. അതുപോലെ തന്നെ ഗൈസ് സ്നൈഡറിൻ്റെ ആ ഒരു ഗോള് അടിപൊളി ഗോളായിരുന്നു, കംബാക്ക് അടിച്ചിട്ടുണ്ട്. എനിക്ക് തോന്നുന്നു ഗൈസ് റേറ്റിംഗ് കൂടിയപ്പം നമ്മുടെ ഓപ്പോണന്റ് ടീം റേറ്റിംഗ് കുറഞ്ഞിട്ടുണ്ട്, അതായിരിക്കും ഇവന്മാർ കരഞ്ഞോണ്ട് വന്നൊക്കെ ഇത് വന്നിരിക്കുന്നത്. സോ ഗൈസ് നമുക്ക് എന്തായാലും നമ്മുടെ ഫസ്റ്റ് ഇംപ്രഷൻ വരുന്നതിനനുസരിച്ച് ഞക്കാറ്റിൻ്റെയൊക്കെ സെറ്റ് ചെയ്യാം. അപ്പോൾ മറ്റൊരു വീഡിയോ കാണുന്നതായിരിക്കും. പിന്നെ ലൈവ് ഉണ്ട്, നമ്മൾ ഓൾറെഡി റിയൽ സെഞ്ച് എന്ന് പറയുന്നത് നമ്മുടെ ചാനലിൽ ലൈവ് ഉണ്ടാവും ഗൈസ്. അപ്പോൾ എല്ലാവരും ജോയിൻ ചെയ്യുക. അപ്പോൾ മറ്റൊരു വീഡിയോ കാണുന്നതായിരിക്കും. ബൈ ഗൈസ്.